പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 140 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്നത്തെ പഠനം വെളിപാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തോട് ചേർന്നുള്ളതായ തൂണുകൾ എന്ന വാക്കിനോട് ചേർന്നാണ്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കും എന്നത് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. വിശുദ്ധന്മാർക്ക് ദൈവം ഇപ്രകാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമാഗമന കൂടാരം തൂണുകളിന്മേലാണ് പണിതിരുന്നത്. ഇന്നും സഭയാകുന്ന മന്ദിരം ഭൗതികമായും ആത്മീകമായും തൂണുകളിന്മേലാണ് നിലകൊള്ളുന്നതും. ക്രിസ്തു മൂലക്കല്ലും വിശ്വാസികൾ ജീവനുള്ള കല്ലുകളുമായി സഭയാകുന്ന മന്ദിരം പണിയപ്പെടുന്നു. ഈ നിർമ്മിതിയിൽ അപ്പോസ്തലന്മാരും പരിശുദ്ധന്മാരായവരും തൂണുകളായി ഗണിക്കപ്പെടുന്നു. ഗലാത്യലേഖനം 2:9 തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബും കേഫാവും യോഹന്നാനും എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ കേഫാവിൻ്റെ പേരാദ്യം പറയാതെ യാക്കോബിൻ്റെ പേര് ആദ്യം എഴുതിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. സഭയാകുന്ന മന്ദിരത്തിൻ്റെ ബലവും ശക്തിയും പരിശുദ്ധന്മാരിലാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവർ സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരാകുന്നു. അവരുടെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ആ എഴുത്തിന് മാറ്റം വരികയുമില്ല. ഓരോ പള്ളിയും സ്ഥാപിതമായിരിക്കുന്നത് ശുദ്ധിമതികളുടെയോ പരിശുദ്ധന്മാരുടെയോ നാമത്തിൽ ആകുന്നു എന്നത് ചിന്തനീയമാണ്. എന്തുകൊണ്ട് പള്ളികൾക്ക് ഇപ്രകാരം ഒരു നാമം കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം അവർക്ക് നൽകുന്ന പുതിയ ഒരു നാമമാണ്. അവർ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുകയാൽ സഭയ്ക്ക് വേണ്ടി അപേക്ഷയും യാചനയും സപ്ലിക്കേഷൻ നിർവഹിക്കുന്നവരായിട്ട് നാം അവരെ സ്വീകരിക്കുന്നു. അവരുടെ പ്രാർത്ഥന സഭയ്ക്ക് കോട്ടയാകുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ തൂണുകളില്ല, അതായത് പരിശുദ്ധരായവരാരുമില്ല. എല്ലാവരും ശുദ്ധരെന്നാണ് അവർ പറയുന്നത്. തൂണുകളിന്മേൽ പണിയപ്പെട്ടത് ഉറച്ചു നിൽക്കുകയും ശിഥിലമായി പോകാതെ അതിൻ്റെ ബലവും ശക്തിയും നിലനിർത്തുകയും ചെയ്യും. അത് വിശ്വാസവിപരീതമാകുന്ന കാറ്റടിക്കുമ്പോൾ തകർന്നു പോവുകയില്ല, തളർന്നു പോവുകയില്ല. ഇന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകളെ നാം പഠിച്ചാൽ ഏകദേശം 45,000-ൽ അധികം വിഭാഗങ്ങൾ അതിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ലൗകികമായ ധനപരമായ വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ലൗകിക ധനപരമായ വിഷയങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, തകരുക എന്ന് ഞാൻ പറഞ്ഞത് പിളർന്നുകൊണ്ടിരിക്കുന്ന, ഐക്യത്തിൽ നിന്ന് മാറി പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അത് വലിയൊരു സമൂഹമായി അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും അവിടെ വലിയ ബഹളങ്ങളോ കേസുകളോ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ അതിനകത്ത് അതിശക്തമായിരിക്കുന്ന കലഹങ്ങളും കയ്യേറ്റങ്ങളുമുണ്ട്. അതിന്
അങ്ങനെയുള്ള സന്ദർഭങ്ങൾക്ക് മധ്യസ്ഥത ചെയ്യുവാൻ ഇടയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധന്മാരായവർ സഭയുടെ തൂണുകളാണ്. അവരുടെ നാമത്തിൽ ദൈവാലയങ്ങൾ നാം സ്ഥാപിക്കുന്നത് അവരുടെ മധ്യസ്ഥതയിലുള്ള ഉറപ്പും ശക്തിയും മൂലമാണ്. അങ്ങനെ ഒരാലയത്തെ താങ്ങി നിർത്തുന്ന ഒരു മധ്യസ്ഥൻ ആയി പരിശുദ്ധന്മാരായവരെ നമ്മൾ കാണുന്നു. ഇവിടെ മധ്യസ്ഥൻ എന്ന് പറയുന്ന വാക്കിന് പലപ്പോഴും തെറ്റായ വ്യാഖ്യാനം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ എന്ന് തർക്കിക്കുന്നു കാണുവാൻ സാധിക്കും. ഇത് വചനസത്യമാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ ക്രിസ്തു. അവിടെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ പദം മീഡിയേറ്റർ എന്നാണ്. മീഡിയേറ്റർ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാതാവിൻ്റെയോ പരിശുദ്ധന്മാരുടെയോ അപേക്ഷയെ അല്ല. അവരുടെ അപേക്ഷയ്ക്ക് ഇൻ്റർസെഷൻ എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. 1 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായ പദപ്രയോഗം ഇംഗ്ലീഷിൽ ഉണ്ട് എന്നുള്ളത് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധരായവരാരും മീഡിയേറ്റേഴ്സ് അല്ല, അത് ക്രിസ്തു മാത്രമാണ്. അവർ നമുക്ക് വേണ്ടി സപ്ലിക്കേഷൻ നടത്തുന്നവരാണ്. ഈ സപ്ലിക്കേഷൻ സകലർക്ക് വേണ്ടിയും സകല ഭരണാധികാരികൾക്ക് വേണ്ടിയും നടത്തുവാനാണ് തീമോഥെയോസിന് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു യാചനയും, അതാണ് സപ്ലിക്കേഷൻ. യാചന പ്രാർത്ഥനയല്ല, വീണ്ടും പ്രാർത്ഥനയും പ്രയേഴ്സ്. മൂന്നാമത് പറയുന്ന പക്ഷവാദവും ഇൻ്റർസെഷൻ. പരിശുദ്ധരായവർ നിർവഹിക്കുന്നത് ഈ പക്ഷവാദമാണ്, ഇൻ്റർസെഷനാണ്, അല്ലാതെ മീഡിയേഷൻ അല്ല. ഇത് തമ്മിൽ തിരിച്ചറിയാതെ ആവശ്യമില്ലാത്ത ഒത്തിരിയേറെ ദുർവ്യാഖ്യാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വചനം പറയുന്നു സപ്ലിക്കേഷൻ, യാചന, പ്രാർത്ഥന പ്രയേഴ്സ്, പക്ഷവാദം ഇൻ്റർസെഷൻ, സ്തോത്രവും ചെയ്യണം എന്ന കൽപ്പന സഭയ്ക്കുണ്ട്. അതുപ്രകാരം പരസ്പരം ഒരുവന് വേണ്ടി യാചിക്കുന്നതിനെ പക്ഷവാദം ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർസെഷൻ എന്ന് പറയുന്നു. അതൊരിക്കൽ മീഡിയേഷൻ അല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നതാണ് സപ്ലിക്കേഷൻ. ആ സപ്ലിക്കേഷൻ സ്വീകരിച്ച് ആ വ്യക്തി അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആ സ്ഥാനത്തെയാണ്, ആ അവസ്ഥയെയാണ് ഇൻ്റർസെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് യേശുക്രിസ്തുവിൻ്റെ മീഡിയേഷനോട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എന്ന് നല്ലവണ്ണം ഏവരും ഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇൻ്റർസെഷൻ നടത്തുവാൻ സകല വിശ്വാസികൾക്കും ഓരോ ശ്ലീഹായുടെ കൽപ്പന പ്രകാരം ബാധ്യതയുണ്ട്. അതാണ് നാം നമ്മുടെ വിശുദ്ധരായവരുടെ നാമങ്ങൾ, പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ നാമങ്ങൾ ദൈവാലയങ്ങൾക്ക് ഇടുകയും അവരുടെ സപ്ലിക്കേഷൻ നാം ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നാം അവരുടെ മുമ്പിൽ പറയുകയും ചെയ്യുന്നു. പരിശുദ്ധന്മാരോട് പ്രാർത്ഥനയില്ല എന്നതും നാം ഗ്രഹിച്ചിരിക്കണം. പലപ്പോഴും വൈദികർ പോലും പരമതിരുമേനിയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. പരമതിരുമേനിയോട് നമുക്ക് പ്രാർത്ഥനയില്ല, സപ്ലിക്കേഷനേ ഉള്ളൂ, യാചനയാണ്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊന്നും പരമതിരുമേനിയോട് പ്രാർത്ഥിക്കുവാൻ സഭ പഠിപ്പിക്കുന്നില്ല. പക്ഷേ തെറ്റായ ചില രീതികൾ സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ആകയാൽ ജയിക്കുന്നവരൊക്കെയും ദൈവാലയത്തിൻ്റെ തൂണുകളായി തന്നെ
നിലനിൽക്കുന്നു. അവരൊരിക്കലും അവിടെ നിന്ന് പോകുന്നില്ല. വിശ്വസിപ്പാൻ ന്യായമായവർക്ക് വിശ്വസിക്കാം. ഇത്രയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹവന്ദനം. നന്ദി. കോട്ടച്ചൻ.